ഹായ്, വെൽക്കം ബാക്ക് ടു 30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാം. ഇന്നത്തെ വീഡിയോ ബിലീഫ് സിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്കെല്ലാം ധാരാളം ബിലീഫ്സ് ഉണ്ടാവും. പോസിറ്റീവ് ബിലീഫ്സ് ഉണ്ടാവും, നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടാവും. പക്ഷെ നെഗറ്റീവ് ബിലീഫ്സ് നമ്മളെ മുന്നോട്ട് പോകാൻ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. സാധാരണ നെഗറ്റീവ് ബിലീഫ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മൈൻഡ് പ്രോഗ്രാംഡ് ആണ് നെഗറ്റീവായിട്ട് വിശ്വാസങ്ങൾ. അത് റിലേഷൻഷിപ്പിലാണെങ്കിലും അതല്ല മണിയിലാണെങ്കിലും ഇനി ബിസിനസ്സിലോ അല്ലെങ്കിൽ കരിയറിലോ ആണെങ്കിലും നമ്മളുടേതായ ചില വിശ്വാസങ്ങളുണ്ടാവും അല്ലേ. സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം പലപ്പോഴും നമ്മൾക്ക് മണി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അറിയ പോലും ഇല്ല. ചില സന്ദർഭങ്ങളിൽ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ചില വിശ്വാസങ്ങൾ നന്നായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ നമുക്കത് സാധിക്കില്ല. നമുക്ക് അവിടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുറേയധികം ട്രബിൾസും കുറേയധികം പെയിനും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളെ ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ സെൽഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിശ്വാസങ്ങൾ, നമ്മുടെ കഴിവുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിശ്വാസങ്ങൾ, നമ്മുടെ ചിന്തകളുമായിട്ടുള്ള ഇതൊക്കെ നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകളാണ്. ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പറയണം, അയ്യോ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ, അത് ചെയ്ത് എനിക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ, എനിക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഇങ്ങനെയുള്ള നിരന്തരം 100 ചോദ്യങ്ങൾ, ഡൗട്ടും അതുപോലെ ഫിയറും അതുപോലെ കുറേയധികം തെറ്റായ ചിന്തകളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും. അത് തെറ്റായ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. മുൻപ് പറഞ്ഞ പല വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് ആഴത്തിൽ നമ്മളെങ്ങനെ നമ്മുടെ തെറ്റായ വിശ്വാസങ്ങളെ മാറ്റി കളയണം എന്നുള്ളതിന്റെ പ്രാധാന്യം കൊണ്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോ കൂടി ഈ വിഷയത്തെ ചെയ്തത്. എങ്ങനെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ, നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തെ പോസിറ്റീവ് ആക്കി മാറ്റാം, എങ്ങനെ നമ്മുടെ വിശ്വാസങ്ങളെ പോസിറ്റീവാക്കി മാറ്റി പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യാം. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ ചെയ്യാനുള്ളത് ആദ്യമായി നമ്മളുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളെ, അത് നമുക്ക് തന്നെ അറിയാം. ഒരു പക്ഷേ ഈ പ്രോഗ്രാമിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൈൻഡ് റീപ്രോഗ്രാമിംഗ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെയാണ് നെഗറ്റീവ് പ്രോഗ്രാമിംഗ്, ഏതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ്, ബിലീഫ്സ് എന്നറിയാം. അപ്പൊ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നന്നായിട്ടൊന്നും ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്റെ സമ്പത്തുമായിട്ടുള്ള വിശ്വാസങ്ങളെ നമുക്ക് നോക്കാം. പൈസ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് നെഗറ്റീവായിട്ടുള്ള വിശ്വാസമാണ്. പൈസ എന്റെ കയ്യിൽ നിൽക്കുന്നില്ല, അത് നെഗറ്റീവായിട്ടുള്ള വിശ്വാസമാണ്. ഞാൻ വിചാരിച്ചാൽ അത്രയും വലിയ തുക എന്നെ കൊണ്ട് സംഘടിപ്പിക്കാൻ കഴിയില്ല, നെഗറ്റീവ് വിശ്വാസമാണ്. ആളുകൾക്ക് എല്ലാവർക്കും ഒന്നും എന്നെ ഇഷ്ടമല്ല, നെഗറ്റീവ് വിശ്വാസമാണ്. അതുപോലെ എനിക്ക് അതിനുള്ള അത്ര ഭംഗിയൊന്നുമില്ല, അതൊക്കെ നെഗറ്റീവ് വിശ്വാസങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഭംഗികളുണ്ട്. ഈ തരത്തിൽ നിങ്ങളിൽ ഓരോരുത്തരിലുമുള്ള വിശ്വാസങ്ങൾ, അത് മണിയുമായി ബന്ധപ്പെട്ടതാകട്ടെ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാകട്ടെ, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാകട്ടെ, നിങ്ങളുടെ കഴിവുകളുമായിട്ട് ബന്ധപ്പെട്ടതാകട്ടെ, എന്തു തന്നെയായാലും അതിന് നിങ്ങളുടെ വിപരീതമായ വിശ്വാസങ്ങളെ നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു വലിയ പേപ്പർ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. ആ വിശ്വാസങ്ങളൊന്ന് എഴുതി നോക്കുക. എഴുതി കംപ്ലീറ്റ് വിശ്വാസങ്ങൾ എഴുതണം. അതിനുശേഷം നിങ്ങൾ ഓരോ നെഗറ്റീവ് വിശ്വാസങ്ങൾക്കും ആദ്യം നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നെങ്കിൽ, ഞാൻ അത്ര കഴിവുള്ള ആളല്ല എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ നേരെ എഴുതണം ഐ ആം മോർ ദാൻ ഇനഫ്, ഐ ആം മോർ ദാൻ ഇനഫ്, ഐ ആം ഗുഡ് ഇനഫ് എന്ന് എഴുതി വയ്ക്കുക. അതിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ഒരു വിശ്വാസം എഴുതുക. അങ്ങനെ ഓരോ വിശ്വാസങ്ങളും എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് വിശ്വാസങ്ങൾ എഴുതുക. അപ്പൊ ഇത്രയും ഒരു 25 നെഗറ്റീവ് ബിലീഫ് വിശ്വാസങ്ങൾ നിങ്ങൾ എഴുതിയെങ്കിൽ അത്ര തന്നെ പോസിറ്റീവ് വിശ്വാസം റൈറ്റ് സൈഡിൽ എഴുതുക, അത്ര തന്നെ പോസിറ്റീവ് ബിലീഫ് റൈറ്റ് സൈഡിൽ എഴുതുക. അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിലുള്ള നെഗറ്റീവ് ബിലീഫ്സ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോയി തീയിലിട്ട് കളയുക. എന്നിട്ട് ഇപ്പുറത്തെ ഈ എഴുതി വെച്ചിരിക്കുന്ന പോസിറ്റീവ് വിശ്വാസങ്ങളാണ് ഇന്നു മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്? നമ്മൾ ഓട്ടോ സജഷനായിട്ട് നമ്മളിലേക്ക് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോഴത്തെ എഴുതിയിരിക്കുന്നത് എനിക്ക് അത്ര നന്നായിട്ട് കാര്യങ്ങൾ അറിയില്ല, അപ്പൊ ഇപ്പുറത്ത് എനിക്കെല്ലാം അറിയാമെന്ന് എഴുതുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡൗട്ട് ചെയ്യും. അതങ്ങനെ ഇപ്പൊ തന്നെ ഉടനെ നിനക്ക് അറിയാം, അത് സാധ്യതയില്ലല്ലോ. അപ്പൊ നമ്മൾ അവിടെ എഴുതാനുള്ള ഐ ആം ട്രൈങ് ടു ലേണിങ്, ഐ ആം ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എനിക്കത്
എളുപ്പത്തിൽ ഇനി എനിക്ക് സ്വായത്തമാക്കാൻ കഴിയും. ഇങ്ങനെയാണ് അത് എഴുതാനുള്ളത്. അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എനിക്കത് സ്വന്തമാക്കാൻ സാധിക്കും, ഉടനെ തന്നെ ഞാൻ സ്വന്തമാക്കിയെടുക്കുക. ഈ തരത്തിലുള്ള അപ്പം മനസ്സിനെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് വിശ്വാസങ്ങൾ ആണ് നമ്മൾ റൈറ്റ് സൈഡ് എഴുതുന്നത്. ഇത് ഓട്ടോ സജഷനായിട്ട് നിങ്ങളോട് തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അടുത്ത 30 ഡേയ്സ് ഈ നെഗറ്റീവ് വിശ്വാസങ്ങൾ ഓരോ ദിവസം എടുത്ത് പല ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്ന് നോക്കൂ. തീർച്ചയായിട്ടും പതിയെ നിങ്ങൾക്ക് പോസിറ്റീവ് പ്രോഗ്രാമിംഗ് ബിലീഫ് സിസ്റ്റം വരുന്നതായിട്ടൊക്കെ മനസ്സിലാവും. നിങ്ങൾക്കൊരു ക്ലാരിറ്റി തോന്നും. നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി അതുവഴി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മണിയുമായിട്ടൊക്കെയുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ പോസിറ്റീവായിട്ട് വിശ്വാസങ്ങളാക്കി മാറ്റി എഴുതുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളത് പോസിറ്റീവ് വിശ്വാസമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ധാരാളം മണി വന്നു ചേരും. മണി സ്റ്റക്കാവുന്നത് പലപ്പോഴും വിശ്വാസങ്ങളുടെ പുറത്താണ്. ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവരിലേക്ക് മണി വരികയില്ല. ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ തരത്തിലേക്ക് വിശ്വാസത്തെ മാറ്റിയെടുക്കണം. അത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ വിശ്വാസങ്ങളാണ് പ്രധാനം. ഈ വിശ്വാസങ്ങൾ മാറ്റുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും, അതോടെ നമ്മുടെ ജീവിതം മാറും. ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കൂ. ഇത് വർക്ക് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും 100% റിസൾട്ട് കിട്ടുന്ന ഒരു പ്രാക്ടിക്കൽ ടൂളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഡേ പുതിയൊരു റീപ്രോഗ്രാമിംഗ് ടൂളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.